ദേശീയ സമുദ്ര മത്സ്യമേഖലാ നയം രൂപീകരിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് ചർച്ചയ്ക്കെത്തുന്ന ഫിഷറീസ് ഡയറക്ടർ ജനറൽ എസ് അയ്യപ്പൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഫെബ്രുവരി 4-നാണ് 7-അംഗ കമ്മിറ്റി എറണാകുളത്ത് സിറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പിനെ തുടർന്ന് നടക്കാതെ പോയ മീനാകുമാരി കമ്മീഷന് സമാനമായ രീതിയിലാണ് പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പിന് കാരണം. വിദേശ കപ്പലുകൾക്ക് രാജ്യത്തിന്റെ സമുദ്രമേഖല തുറന്നു കൊടുക്കാനാണ് ഫിഷറീസ് ഡയറക്ടർ ജനറൽ എസ് അയ്യപ്പൻ ചെയർമാനായിട്ടുള്ള സമിതിയുടെ നീക്കമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ആക്ഷേപം. ഡോക്ടർ മീനാകുമാരി കമ്മീഷന്റെ മാതൃകയിലും ചൂടുപിടിച്ചുമാണ് ഡോക്ടർ എസ് അയ്യപ്പൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനമെന്നും തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു. ദേശീയ സമുദ്ര മത്സ്യമേഖലാ നയം രൂപീകരിക്കുന്നതിന് മുന്നോടിയായി മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായമറിയാൻ ഫെബ്രുവരി 4-ാം തീയതി എസ് അയ്യപ്പന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സമിതി എറണാകുളത്ത് യോഗം വിളിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിൽ തങ്ങളുടെ പ്രതിഷേധമറിയിക്കാനാണ് മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കളുടെ തീരുമാനം. ഈ കമ്മിറ്റിയും മീനാകുമാരി റിപ്പോർട്ടിൻ്റെ തന്നെ ചുവട് പിടിച്ചാണ് പോകുന്നത്. നമ്മുടെ സമ്പന്നമായ മത്സ്യസമ്പത്തിനെ വൈദേശിക ശക്തികൾക്ക് തീരെഴുതാനുള്ള അതീവ രഹസ്യത്തിലുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. ഇതിൻ്റെ പരിഗണനാ വിഷയങ്ങൾ പോലും രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടില്ല. മാത്രമല്ല, ഒരു കരട് റിപ്പോർട്ട് പോലും തയ്യാറാക്കാതെയാണ് പബ്ലിക് ഹിയറിങ്ങിന് വരുന്നത്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും സംസ്ഥാന താൽപ്പര്യങ്ങൾക്കെതിരുമായ ഈ നടപടികളിൽ വളരെ ശക്തമായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ദേശീയ സമുദ്ര മത്സ്യമേഖലാ നയം രൂപീകരിക്കുന്ന കമ്മിറ്റി സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങൾ കണക്കിലെടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെന്നും തൊഴിലാളി സംഘടനകൾക്ക് പരാതിയുണ്ട്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.